ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 6 വരെയാണ് പറഞ്ഞത്. ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠത്തിൻ്റെ വർണ്ണനയായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ആ വൈകുണ്ഠലോകം കണ്ട് ബ്രഹ്മാവ് വല്ലാതെ ആശ്ചര്യപ്പെട്ടു. പൂന്താനത്തിൻ്റെ കഥയിലും ഇങ്ങനൊരു അവസരം കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പൂന്താനം തൻ്റെ വീടിൻ്റെ മുന്നിലിരുന്ന് ഭാഗവതം ഇങ്ങനെ വായിക്കും. അപ്പോൾ നിറച്ച് ആൾക്കാർ കേൾക്കാനൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വൈകുണ്ഠ വർണ്ണനയാണ് ഇനി പിറ്റേ ദിവസം ചെയ്യേണ്ടത്. അപ്പോൾ പൂന്താനത്തിന് തോന്നി, വൈകുണ്ഠം എങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക ഒന്ന് കണ്ടെങ്കിൽ എന്ന്. ഭാഗവതത്തിൽ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് ഒന്ന് കാണാൻ സാധിച്ചെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു. പിന്നെ അന്ന് രാത്രി കിടക്കുമ്പോൾ പൂന്താനം സ്വപ്നം കണ്ടു വൈകുണ്ഠത്തിന്. ആ സ്വപ്നത്തിൽ പൂന്താനം വൈകുണ്ഠത്തിലെത്തിയതും ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള 2 പേര് ഓടി വന്ന് അദ്ദേഹത്തിനെ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് വൈകുണ്ഠത്തു നിന്ന് വരുമ്പോൾ ആ പാർഷദന്മാരോട് പൂന്താനം ചോദിച്ചു അത്രേ, ആരാണ് നിങ്ങൾ, മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അങ്ങയുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന 2 വലിയ വൃക്ഷങ്ങളുണ്ടായിരുന്നില്ലേ, അവരാണ് ഞങ്ങൾ. അങ്ങയുടെ ഭാഗവത വായന കേട്ട് ഞങ്ങൾ മോക്ഷം നേടി നേരെ വൈകുണ്ഠത്തിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. പൂന്താനം രാവിലെ എണീറ്റപ്പോൾ മുറ്റത്ത് പോയി നോക്കിയെന്നാണ്. ഉടനെ ആ വൃക്ഷങ്ങൾ 2 മറിഞ്ഞ് കടപുഴകി കിടക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. അങ്ങനെ അത്രയും സത്യമായിട്ടുള്ള കാര്യമാണ് ഈ വൈകുണ്ഠം. അതിൻ്റെ വർണ്ണന കഴിഞ്ഞു. ഇനി അവിടെ ഭഗവാനെ കാണുകയാണ് നമ്മുടെ ബ്രഹ്മാവ്. 7ാമത്തെ ശ്ലോകം നോക്കാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദി ആകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപം ഐക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ. വാക്കുകളുടെ അർത്ഥം നോക്കാം. തത്ര ഏവം, അവിടെ ആ വൈകുണ്ഠത്തിൽ തന്നെ, പ്രദർശിതേ, ബ്രഹ്മാവിനെ നന്നായി കാണിച്ചു കൊടുക്കുകയാണ്, നിജപദേ, തൻ്റെ സ്ഥാനത്ത്, തൻ്റെ വാസസ്ഥാനമായിട്ടുള്ള യാതൊരു വിഷമവുമില്ലാത്തതായ ആ വൈകുണ്ഠത്തിലെ വികുണ്ഠമായിട്ടുള്ള സ്ഥലത്ത്, രത്നാസനാധ്യാസിതം, ധാരാളം രത്നങ്ങൾ പതിച്ചുണ്ടാക്കിയിട്ടുള്ളതായ ആ സിംഹാസനത്തിൽ, ഭാസ്വത് കോടിലസത്, കോടി സൂര്യപ്രഭയോടെ തിളങ്ങുന്നതായ കിരീടകടകാദി, കിരീടം, തോൾവള, പിന്നെ കുറേ വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആകൽപദീപ്രാകൃതി, ആകൽപ്പം ആഭരണങ്ങൾ, വിവിധ വിധത്തിലുള്ള ആഭരണങ്ങൾ കൊണ്ട് ശോഭിച്ചതാണ് അവിടുത്തെ രൂപം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദി ആകൽപതി പ്രാകൃതി. ശ്രീവത്സാംഗിതം, ശ്രീവത്സം എന്തിൻ്റെയാണ്? ക്ഷമയുടെ, സഹനത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒക്കെ സൂചകമാണ്. ഭൃഗുമുനിയുടെ പാദം കൊണ്ടുള്ള അടയാളം നമുക്കതിന് പിന്നീട് വിസ്തരിച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ക്ഷമയുടെ ശ്രേഷ്ഠതയെ തെളിയിക്കുന്ന ശ്രീവത്സം എന്ന മറുകോട് കൂടിയ മാറിടാണ് അവിടുത്തെ. ആത്ത കൗസ്തുഭമണിഛായ അരുണം, അവിടുന്ന് അണിഞ്ഞിട്ടുള്ളതായ, അതാണ് ആത്തം. കൗസ്തുഭമണി, കൗസ്തുഭരത്നം, അതിൻ്റെ ആ ശോഭ കൊണ്ട് ശരീരം ഒക്കെ നന്നായി തുടുത്തിരിക്കുന്നു എന്ന് തോന്നും. കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ ഭഗവാന്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചതായി തോന്നും. ചിലപ്പോൾ ഭഗവാന്റെ ശോഭ കൗസ്തുഭരത്നത്തിനെ ഭംഗിയാക്കിയതായിരിക്കില്ലേ. അങ്ങനെ ആത്ത കൗസ്തുഭമണി ഛായയാൽ അരുണവർണം ആയിട്ടുള്ളതും തുടുത്ത നിറമായിട്ടുള്ളതും കാരണം
വിശേഷം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും വിശേഷപ്പെട്ട കാരണം ആയിട്ടുള്ളതും ആയ തവ രൂപം, ഭഗവാനെ അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള രൂപം, ഐക്ഷത വിധി, വിധി ബ്രഹ്മാവ് അതാ മുന്നിൽ തന്നെ കണ്ടു. വിഭോ, അപ്പോഴേക്കും മേൽപ്പത്തൂരിന് ഒരു അപേക്ഷ പറയാൻ തോന്നി. ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ടല്ലേ, സംസാരിക്കണ പോലെയല്ലേ പറയണേ. വിഭോ, ഭഗവാനെ അങ്ങ് എന്തും ചെയ്യാൻ സാധിക്കുന്ന ആളാണ്, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ആളുമാണ്. തത് തേ ഭാതുമേ, എനിക്കും അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അത് തെളിഞ്ഞു കണ്ട് എനിക്കും ആ അനുഗ്രഹം അവിടെ നിന്ന് തരണേ. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, 4 കൈകളോടുകൂടി ഇത്ര സന്തോഷമായിട്ടിരിക്കുന്ന ആ വൈകുണ്ഠ ലോകത്തിൽ എനിക്കും എത്താൻ സാധിക്കണേ, അത്രയ്ക്കുള്ള ഭക്തി എനിക്കും തരണേ, അതുപോലെ പരിശുദ്ധമായ ഭക്തി. ഇവിടെയും അങ്ങനെ തന്നെ പറയാണ്, ആ രൂപം എനിക്കൊന്ന് കാട്ടിത്തരോ എന്ന് കാണിച്ചു കൊടുക്കണമുണ്ടല്ലേ. അവസാനം അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ രൂപം ഈ മേൽപ്പത്തൂര് കണ്ടതായിട്ട് വർണ്ണിക്കുന്നുണ്ടല്ലോ. എങ്ങനെ വേണം സൃഷ്ടി ചെയ്യാൻ എന്ന് അറിയാതെ നിന്ന് പരിഭ്രമിച്ച ആ ബ്രഹ്മാവിനെ അദ്ദേഹം സ്തുതിച്ചപ്പോൾ അങ്ങ് തന്നെയല്ലേ ആ വൈകുണ്ഠത്തിലുള്ള രൂപം കാണിച്ചു കൊടുത്തത്. ഇവിടെ ഈ ഗുരുവായൂരമ്പലത്തിൽ, ഈ ഭൂലോകത്തിൽ എനിക്ക് ശരീരം മുഴുവനും വേദനയായിട്ട് ഞാൻ അങ്ങേ ഇരുന്ന് സ്തുതിക്കല്ലേ, അപ്പോൾ എനിക്കും ആ രൂപം ഒന്ന് കാണിച്ചു തരണേ എന്നൊരു സുഹൃത്തിനോടെന്ന പോലെ പറയാണ്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതുമേ. അടുത്ത ശ്ലോകം കൂടി പറയാം. 7ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. നിത്യപാരായണത്തിനായിട്ട് പലരും ഉപയോഗിക്കും. ഭഗവാന്റെ വർണ്ണനയുണ്ട്, ഭഗവാനോടുള്ള അപേക്ഷയുണ്ട്, സ്തുതിയുണ്ട്, എല്ലാമുള്ള ശ്ലോകമാണിത്. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിത സ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. അപ്പോഴേക്കും വേദനയായി, എൻ്റെ രോഗമൊക്കെ മാറ്റിത്തരണേ ഭഗവാനെ എന്നുള്ള ആ അർത്ഥന വീണ്ടും വന്നു. നമുക്ക് അർത്ഥം നോക്കാം. കാളാംബോധ എന്ന് പറഞ്ഞാൽ കറുത്ത ഘനശ്യാമ നിറത്തിലുള്ള മേഘം പോലെയും, കളായ എന്ന് പറഞ്ഞാൽ കായാമ്പൂവാണ്, കായാമ്പൂവിൻ്റെ പോലെയുള്ള ആ സുന്ദരമായ നിറം, നീല കലർന്ന ഒരു നിറത്തോടു കൂടിയതും ആണ്. അതുപോലെയാണ് ഭഗവാന്റെ നിറം. കണ്ടുല്ലോ, അപ്പോൾ വർണ്ണിക്കുകയാണ്. കോമള രുചി ചക്രേണ, കോമളമായിട്ടുള്ള ആ രുചി, ആ ശോഭ, കാന്തി കൊണ്ട് തിളങ്ങുന്നതും, ചക്രം ദിശ ആവൃണ്വതാം, സർവദിക്കുകളെയും മൂടുന്നത് പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിശാം ചക്രം എന്ന് പറഞ്ഞാൽ മുഴുവൻ ദിശകളും അങ്ങനെ മൂടുന്ന വിധത്തിൽ ആവൃണ്വതാം, അവിടുത്തെ ആ പ്രഭ ഇങ്ങനെ ശോഭിക്കുകയാണ്. ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം, ആർക്ക് വേണമെങ്കിലും ധാരാളമായിട്ട് കൊടുക്കുന്ന, ഭഗവാന്റെ മുഖത്തേക്ക് നോക്കണം എന്നേ ഉള്ളൂ, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ധാരാളമായിട്ട് ഉദാരമായിട്ട് കൊടുക്കുന്നതും, മന്ദഹാസം, അതിസുന്ദരമായിട്ടുള്ള ആ മന്ദഹാസം കൊണ്ട് തെളിഞ്ഞ പ്രസന്നമായിട്ടുള്ള, എപ്പോഴും പ്രസന്നമായിട്ടുള്ള അവിടുത്തെ മുഖവും, ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്ന ആനനം, ആനനം മുഖം. കൂടാതെ രാജത് കമ്പുഗദാരി പങ്കജധരം, രാജത്ത് വിളങ്ങുന്നതായ, പ്രകാശിക്കുന്നതായ ശംഖ്, അവിടുത്തെ കയ്യിലെ ശംഖ്, ചക്രം സുദർശന ചക്രം, ഗദ പത്മം, അരി എന്നിവിടെ പറഞ്ഞത് ഗദയാണ്. ഇവ ശംഖചക്ര ഗദ പത്മങ്ങൾ ധരിച്ചിട്ടുള്ള ശ്രീമദ്ഭുജാമണ്ഡലം, അവിടുത്തെ ആ കൈകളുടെ സമൂഹം, അല്ലെങ്കിൽ 4 കൈകളും,
സ്രഷ്ടുസ്തുഷ്ടികരം വപു തവ, ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചതായിട്ടുള്ള, ബ്രഹ്മാവിനെ അത്യാനന്ദത്തിൽ മുക്കിയതായിട്ടുള്ള ആ വപു, ആ ശരീരം, അവിടുത്തെ ദിവ്യമായ രൂപം. വിഭോ, സർവശക്തനായിട്ടുള്ള ഭഗവാനെ, മദ്രോഗമുദ്വാസയേത്, എൻ്റെ രോഗത്തെ ഇല്ലാതാക്കി തരണേ. ഉദ്വാസം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഉന്മൂലനം ചെയ്യണേ. കായാമ്പൂവിൻ്റെയും ഘനശ്യാമ മേഘത്തിൻ്റെയും കോമളമായിട്ടുള്ള നിറം ആണ് ഭഗവാന്റെ. ചക്രം കൊണ്ട് അവിടുന്ന് ലോകം മുഴുവനും ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്, ദിക്കുകളെയൊക്കെ ശോഭിപ്പിക്കുകയാണ്. അവിടുത്തെ ഉദാരമായിട്ടുള്ള മന്ദഹാസം കൊണ്ട് മുഖം പ്രസന്നമായിരിക്കുന്നു. എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവിടുന്ന്. പിന്നെ കയ്യിലുള്ള ശംഖചക്ര ഗദാ പങ്കജങ്ങൾ കൊണ്ട് ആ ഭുജാമണ്ഡലം ഒക്കെ ശോഭിക്കുന്നു. അങ്ങനെയുള്ള സ്രഷ്ടാവ്, വിധി സ്തുതിച്ചതായിട്ടുള്ള, എങ്ങനെയുള്ള രൂപത്തിനെ സ്തുതിച്ചപ്പോഴാണോ ആ ബ്രഹ്മാവിന് സന്തുഷ്ടി കിട്ടിയത്, അങ്ങനെയുള്ള ആ ഭഗവാനെ, വിഭോ, അങ്ങ് സർവശക്തനല്ലേ, അപ്പോൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ രോഗത്തെ ഒന്ന് മാറ്റിത്തരണേ വേഗം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലാണ് ഈ ഭാഗമൊക്കെ വരുന്നത്. അവിടെ ഭഗവാനെ സ്തുതിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തഥാഭിനാഥമാനസ്യ നാഥയ നാഥിതം, നല്ല രസമുള്ളൊരു വരിയുണ്ട്. ഭഗവാനെ, ഞാൻ അങ്ങയെ പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് പ്രഭുവല്ലേ, നാഥയ, എനിക്ക് തരൂ, നാഥിതം, എന്താണോ ആവശ്യം എന്നത് എനിക്ക് തരണേ എന്ന് ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, എനിക്കും ആ കോമളമായിട്ടുള്ള രൂപം ഒന്ന് കാണിച്ചു തരണേ എന്ന്. 8-ാമത്തെ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമോ